താങ്ക് യു ലോർഡ്. നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നപ്പാ. അടങ്ങൾ വീണ്ടുമായി നാം നിറഞ്ഞിറയത്തോടെ അങ്ങയുടെ സന്നിധിയിലേക്കായി ഞങ്ങൾ കടന്നു വരുന്നു. ദൈവമേ, ഇത്രത്തോളം സമയം കർത്താവെ അങ്ങേ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാനൊക്കെയും അടിയങ്ങളെ അങ്ങ് സഹായിച്ചു. ഇപ്പോഴും ദൈവമേ, ഞങ്ങളെ മുറ്റുമായി ഞങ്ങളുടെ കരങ്ങളിലേക്കായി ഏൽപ്പിക്കുന്നപ്പാ. ഞങ്ങളുടെ പരിശുദ്ധ രക്തത്തിൻ്റെ മറവിലായി ഞങ്ങളെ മറച്ചോളണമേ. ദൈവമേ, ഞങ്ങളുടേതായ വചനം ദൈവമേ ഞങ്ങളുടെ കണ്ണുകളെ തെളിയിപ്പിക്കുന്നതും, ദൈവമേ ഞങ്ങളുടേതായ വചനം കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിന് സന്തോഷം നൽകുന്നതെന്ന് പറഞ്ഞ് ദൈവമേ സങ്കീർത്തനം 19-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ അങ്ങ് പറഞ്ഞിരിക്കുന്നല്ലോ. അതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ ഞങ്ങളുടേതായ വചനം കർത്താവേ തീയെ പോലെ ഇരിക്കുന്നതെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, പാറയെ പിളർക്കുന്ന ചമ്മട്ടി പോലെ, ചുറ്റിക പോലെ അങ്ങയുടെ വചനമായിരിക്കുന്നുവെന്ന് അങ്ങയുടെ വചനം ഓർപ്പിക്കുന്നല്ലോ. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വചനത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കണമേ. ഞങ്ങളുടെ വചനത്താൽ ഞങ്ങളുടെ കണ്ണുകളെ തെളിയിപ്പിച്ച് തരണമേ. ഞങ്ങളുടെ വചനത്താൽ ഞങ്ങളിൽ വേണ്ടാത്തതെല്ലാം അങ്ങ് ചുട്ടെരിച്ച് കളയണമേ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയം കർത്താവെ പാറയായിരിക്കുന്നുവെങ്കിൽ ദൈവമേ കർത്താവെ അങ്ങടേതായ വചനം കൊണ്ട് അത് കർത്താവെ പൊട്ടി പിളർപ്പിച്ച് കർത്താവെ ദൈവമേ അങ്ങേക്ക് ഉപയോഗമുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു മാംസളമായ ഹൃദയമാക്കി മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിനം കർത്താവെ ഒരു രൂപാന്തരണം ദൈവമേ അടിയനും കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലും അങ്ങ് പകർന്നുതരുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ വചനത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൃപയിൽ ഞങ്ങളെ നിറച്ചു നടത്തണമേ. കർത്താവെ, സകല മാനവും മഹത്വം അങ്ങേറ്റെടുത്തുകൊള്ളണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഹെബ്രായർക്ക് എഴുതിയ പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. ഹെബ്രായർ 4:16. കരുണ ലഭിപ്പാനും ഇട്ടിട്ടുണ്ടോ? ഓക്കെ. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നാം അനേക ആവശ്യങ്ങളോടുകൂടി അത്യാവശ്യമായി ഉള്ള അവസരങ്ങളിലൊക്കെയും നമ്മൾ വ്യക്തികളുടെ അടുക്ക് കടന്നു ചെല്ലാം. ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ കണ്ടുമുട്ടുന്നെങ്കിൽ ഏതോ ഒരു ആവശ്യം കൊണ്ട് കണ്ടുമുട്ടുന്നു. എന്നാൽ നമ്മുടെ പിതാവിൻ്റെ സന്നിധിയിലേക്കായി നമ്മളെപ്പോഴും കടന്നു ചെല്ലാം. ആവശ്യമില്ലേലും കടന്നു ചെല്ലാം. ഒന്നും പറയത്തില്ല. എൻ്റെ മകൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വീകരിക്കത്തേ ഉള്ളൂ. എൻ്റെ മകൾ വന്നിരിക്കുന്നു എന്ന് സ്വീകരിക്കത്തേ ഉള്ളൂ. ഹല്ലേലൂയ. മനുഷ്യൻ മുഖത്തെ കാണുന്നവനായിരിക്കുമ്പോൾ നമ്മുടെ യഹോവ, നമ്മുടെ കർത്താവ്, നമ്മുടെ പിതാവ്, നമ്മെ സ്നേഹിക്കുന്നവനായ ദൈവം, അവൻ നമ്മുടെ ഹൃദയത്തെ കാണുന്നവനായിരിക്കുന്നു. ഹൃദയനുറുക്കത്തോടിരിക്കുന്നവർക്ക് അവൻ സമീപസ്ഥനായിരിക്കുന്നു. ഹൃദയനുറുക്കത്തോടിരിക്കുന്നവനെ അവൻ രക്ഷിക്കുന്നവനായിരിക്കുന്നു. സങ്കീർത്തനം 34:18. പ്രിയപ്പെട്ടവരെ, ഹൃദയനുറുക്കത്തോട് ഇരിക്കുമ്പോൾ, നമ്മൾ പ്രയാസത്തിലിരിക്കുമ്പോൾ, ബുദ്ധിമുട്ടിലിരിക്കുമ്പോൾ വ്യക്തികൾ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കാം, ഇവൻ്റെ അടുക്ക് കൂടുതൽ കൂട്ടുകൂടരുത്, നമുക്ക് ഭാരം കൂടിയെന്നിരിക്കാം. ഇവനെ സഹായിച്ച് നമ്മൾ ഇല്ലാതായി പോകും, ഇവനെ സഹായിച്ച് നമ്മൾ മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് ഒരു പക്ഷേ നമ്മളെ ഒഴിവാക്കിയേക്കാം, നമ്മളെ തള്ളിക്കളഞ്ഞേക്കാം, നമ്മളെ മറന്നേക്കാം, നമ്മുടെ മുഖത്തേക്ക് നോക്കാതെ അവർ തിരിഞ്ഞു പോയെന്നിരിക്കാം. എന്നാൽ സങ്കീർത്തനം 51:17 പറയുന്നു, ഹൃദയം നുറുങ്ങിയവരെ അവൻ ഒരു നാളും നിരസിക്കുകയില്ല. ഹി വിൽ നെവർ ഡിസ്പൈസ് ദോസ് ഹു ആർ ബ്രോക്കൺ ഹാർട്ടഡ്. പ്രിയപ്പെട്ടവരെ, ധൈര്യത്തോടുകൂടി നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ അവനിൽ നിന്ന് നമ്മൾ കൃപയും നന്മയും അനുഗ്രഹവും പ്രാപിപ്പാൻ അവൻ ഒരുക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ചെല്ലേണ്ട താമസം മാത്രമേ ഉള്ളൂ. നമ്മൾ സമർപ്പിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. നമ്മൾ അവൻ്റെ സന്നിധിയിൽ കീഴടങ്ങേണ്ട താമസം മാത്രമേ ഉള്ളൂ. അത്രയും ചെയ്തു കഴിയുമ്പോൾ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. സങ്കീർത്തനം 147:3 ഇങ്ങനെ പറയുന്നു, അവൻ ഹൃദയങ്ങളെ അവൻ സൗഖ്യപ്പെടുത്തുന്നവനായിരിക്കുന്നു. ഹി വിൽ ഹീൽ അവർ ഹാർട്ട്സ് ആൻഡ് ഹി വിൽ ബൈൻഡ് അവർ വൂണ്ട്സ്. നമ്മുടെ മുറിവുകളെ വെച്ച് കെട്ടുന്നവനായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിലെ മുറിവുകളെ വെച്ച് കെട്ടുവാൻ ഈ ലോകത്ത് ഒരു വൈദ്യശാസ്ത്രത്തിനും കഴിയുകയില്ല, ഒരു മരുന്നിനും കഴിയുകയില്ല, ഒരു ചികിത്സയ്ക്കും കഴിയുകയില്ല. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തെ മുറിവുകളെ വെച്ച് കെട്ടും. ഹല്ലേലൂയ. നിങ്ങളുടെ കറകളെ അവൻ നീക്കും, നിങ്ങളുടെ കുറവുകളെ അവൻ മാറ്റും. നിങ്ങളുടെ പാപത്തിൻ്റെ എല്ലാവിധമായ കാഠിന്യമായ ആ കറകളുണ്ടെങ്കിൽ, ആ ക്ഷതമുണ്ടെങ്കിൽ അതെല്ലാറ്റിനെയും മാറ്റുവാൻ
വീണ്ടെടുക്കുവാൻ യേശുവിൻ്റെ രക്തത്തിന് കഴിയും. പ്രിയപ്പെട്ടവർ, യേശുവിൻ്റെ രക്തത്തിനായി കരങ്ങളെ ഉയർത്തിവണ്ണമായി നന്ദി കരയേറ്റാമോ? യേശുവിൻ്റെ രക്തത്താൽ ഞാനും നിങ്ങളും വീണ്ടെടുക്കപ്പെട്ടവരാ. ഞാനും നിങ്ങളും വീണ്ടെടുക്കപ്പെട്ടത് അഴിയുന്ന വെള്ളി കൊണ്ടോ പൊന്നുകൊണ്ടോ അല്ല പ്രിയപ്പെട്ടവരെ. അഴിയാത്ത നിർമൂല്യമായ വിലയേറപ്പെട്ട യേശുവിൻ്റെ രക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിച്ച് അവൻ്റെ മക്കളായി അവൻ തീർത്തിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ഒരു കാലത്ത് അന്ധകാരത്തിലായിരുന്നു, എന്നാൽ അത്ഭുത വെളിച്ചത്തിലേക്ക് നമ്മെ കൊണ്ടുവന്ന കർത്താവ് നമ്മെ സ്നേഹിക്കുന്നവനായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ കർത്താവ് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അനേക നന്മകൾ അവൻ ചെയ്യുന്നില്ല, താമസിക്കുന്നു? നിങ്ങൾ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നുവോ പ്രിയപ്പെട്ടവരെ? ആ ഞരക്കത്തിൻ്റെ മധ്യത്തിൽ കർത്താവ് നിങ്ങൾക്ക് ഉത്തരം നൽകും. ഹല്ലേലൂയ. യേശയ്യാവിന്റെ പുസ്തകം 35:10 ഇങ്ങനെ പറയുന്നു, നിത്യമായ സന്തോഷം നിങ്ങളുടെ മേൽ ഇരിക്കും. എപ്പോഴാണെന്നറിയാമോ? നിങ്ങൾ തിരിച്ച് സിയോനിലേക്ക് കടന്നു വരുമ്പോൾ, നിങ്ങൾ തിരിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്കായി കടന്നു വരുമ്പോൾ, നിങ്ങൾ തിരിച്ച് മാനസാന്തരത്തോടു കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ, നിങ്ങളുടെ നൈരാശ്യവും നെടുവീർപ്പും എല്ലാ നിരാശകളും കർത്താവ് മാറ്റിത്തരുമെന്ന് കർത്താവിൻ്റെ വചനം ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. യേശയ്യാവ് 51:11 അതേപോലെ തന്നെ പറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നിന്ദകളെ മാറ്റുന്ന കർത്താവ്, നിങ്ങളുടെ ഞരക്കങ്ങളെ മാറ്റുന്ന കർത്താവ്. ഹല്ലേലൂയ. യേശയ്യാവ് സങ്കീർത്തനം 6-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം നിങ്ങൾ എടുത്തു നോക്കുവിൻ. നിങ്ങൾ ഞരക്കം കൊണ്ട് ഒത്തിരിയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കാം. ഞരക്കം കൊണ്ട് നിങ്ങൾ തകർന്നിരിക്കാം. ഞരക്കം കൊണ്ട് നിങ്ങൾ ഞെരുങ്ങിക്കൊണ്ടെന്നിരിക്കാം. ഒരു പക്ഷേ നിങ്ങളുടെ വ്യസനതകൾ കൊണ്ട് രാത്രി മുഴുവനും നിങ്ങളുടെ കട്ടിലിനെയും നിങ്ങളുടെ കിടക്കയെയും നിങ്ങൾ കണ്ണുനീര് കൊണ്ട് നനച്ചുകൊണ്ടിരിക്കാം. എന്നാൽ കർത്താവിൻ്റെ വചനം നിങ്ങൾ വീണ്ടുമായി നിങ്ങൾ വായിച്ചു നോക്കണം. അതിന് അടുത്ത വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ പറയുന്നു, നിങ്ങൾ ഒരുപക്ഷേ വിഷമം കൊണ്ട്, പ്രയാസം കൊണ്ട്, ദുഃഖം കൊണ്ട് നിങ്ങളുടെ കണ്ണ് ചിലപ്പോൾ കുഴിഞ്ഞെന്നിരിക്കാം. ചിലരുടെ കണ്ണുകളെ കാണുമ്പോൾ നമുക്കറിയാം അവരുടെ ജീവിതത്തിൽ ഏതോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ശാരീരികമായ ക്ലേശമായിരിക്കാം, മാനസികമായ ക്ലേശമായിരിക്കാം. പക്ഷേ എന്തോ ഇവരെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ കണ്ണുകൾ കുഴിഞ്ഞിരിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരുവാൻ തടസ്സമായിരിക്കുന്ന പ്രതിയോഗികൾ കാണാം, തടസ്സമായിരിക്കുന്ന വൈരികൾ കാണാം, തടസ്സമായിരിക്കുന്ന ശത്രുക്കൾ കാണാം, തടസ്സമായിരിക്കുന്ന പ്രതിസന്ധികൾ കാണാം. എന്നാൽ ആ ശത്രുക്കൾ ഹേതുവായി, വൈരികൾ ഹേതുവായി ഞാനും നിങ്ങളും ക്ഷീണിച്ചിരിക്കുന്നുവെങ്കിലും യേശുവിൻ കർത്താവിൻ്റെ സന്നിധിയിലായി നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ കരച്ചിൽ കേൾക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുനീരിനെ കാണുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ കണ്ണുനീരിനെ കണ്ട് നമ്മുടെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ കരങ്ങളെ നീട്ടുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ കണ്ണുനീരിനെ കണ്ട് കടന്നു പോകുന്നവനായ അല്ല, കണ്ണുനീരിനെ കണ്ട് അവിടെ മാറോടായി നമ്മളെ അണയ്ക്കുന്ന ഒരു കർത്താവുണ്ട്. പ്രിയപ്പെട്ടവരെ, കരങ്ങളെ ഉയർത്തിവണ്ണമായി കർത്താവയുടെ സ്നേഹത്തിന് നന്ദി എന്ന് പറയാമോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത് നാൾ വരെ അനുഭവിച്ചിട്ടില്ലാത്ത സ്നേഹം ഇന്നു മുതൽ നിങ്ങൾ അനുഭവിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് നാൾ വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത സ്നേഹം നിങ്ങൾ അനുഭവിക്കും. ഹല്ലേലൂയ. അവൻ നിത്യ സ്നേഹത്താൽ എന്നെയും നിങ്ങളും സ്നേഹിക്കൊണ്ട് അവൻ സ്വന്തം പുത്രനെന്ന് കൂടി നോക്കാതെ അവൻ്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിനെ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അയച്ചുവെങ്കിൽ അതിൻ്റെ കൂടെ അവൻ സകലതും തരാതിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, അവൻ സകലതും നൽകും. ഏത് തടസ്സത്തെയും അവൻ മാറ്റിത്തരും, ഏത് പ്രയാസത്തെയും അവൻ മാറ്റിത്തരും, ഏത് രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കും. ഏത് സമാധാനമില്ല അവസ്ഥകളിലും അവൻ നിശ്ചയമായി അവൻ്റെ സമാധാനം നമുക്ക് നൽകും. ഹല്ലേലൂയ. യോഹന്നാൻ 14:27 ഇങ്ങനെ പറയുന്നു, ലോകം തരുന്ന പോലുള്ള സമാധാനമല്ല ഞാൻ തരുന്ന സമാധാനം നിങ്ങൾ നിലച്ചിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ നിറഞ്ഞിരിക്കും. ഹല്ലേലൂയ. നിങ്ങളിലായിരിക്കുന്ന സമാധാനം കർത്താവിൻ്റെ സമാധാനമാണ്. ഈ മഹത്തായ സമാധാനം നമുക്ക് എങ്ങനെ ലഭിക്കും? പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 119, 165 ഇങ്ങനെ പറയുന്നു, യഹോവയുടെ വചനത്തെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ, ആ വചനം പടി നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ അവൻ്റെ വിലയേറപ്പെട്ട സമാധാനം നമ്മളിൽ നിറയും. You and I will receive the great peace within our life. Hallelujah. നന്ദിയോട് അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഇവിടെ ആയിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് തൊട്ടുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നു. ഈ ബൈബിളിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അധ്യായം നമ്മൾ മുഴുവനും ധ്യാനിക്കുവാൻ പോകുക. മുഴുവനും വായിക്കേണ്ട, നിങ്ങൾ വീട്ടിൽ ചെന്ന് ദയവ് ചെയ്ത് വായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. 1 ശമൂവേലിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം മുഴുവനുമായി 28 വാക്യങ്ങളേ ഉള്ളൂ. അത് മുഴുവനുമായി നിങ്ങൾ വീട്ടിൽ ചെന്ന് ദയവ് ചെയ്ത് ഇന്നത്തെ ദിനം നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വായിക്കണമെന്ന് അടിയൻ താല്പര്യപ്പെടുന്നു. അതിൽ നിന്ന് ഒരു ചില സത്യങ്ങളെ നമ്മൾ ധ്യാനിക്കാം. ഹല്ലേലൂയ. അവിടെ നമ്മൾ വായിക്കുമ്പോൾ എൽക്കാന എന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവന് 2 ഭാര്യമാർ. ആദ്യത്തെ ഭാര്യ അന്ന, രണ്ടാമത്തെ ഭാര്യ പെനിന്ന. എന്നാൽ അന്ന എന്ന് പറഞ്ഞ ആ സ്ത്രീക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. പെനിന്നയ്ക്ക് അനേക കുഞ്ഞുങ്ങളുണ്ടായിരുന്നു.
അപ്പോൾ 5ഉം 6ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അന്നയുടെ ഗർഭം അടച്ചത് യഹോവയായിരുന്നു. 6-ാമത്തെ വാക്യം, യഹോവ അവളുടെ ഗർഭം അടച്ച കാരണത്തിനാൽ പെനിന്ന അവളെ വിഷമിപ്പിച്ചു, മുഷിപ്പിച്ചു, അവളെ വേദനിപ്പിച്ചു, അവളെ ദുഃഖിപ്പിച്ചു, അവളെ കണ്ണുനീർ ഒഴിപ്പിക്കുന്ന രീതിയിൽ ഒരവസ്ഥ അവിടെ ഉണ്ടായി. എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ ഹന്ന എന്താ ചെയ്തത് പ്രിയപ്പെട്ടവരെ? നമ്മുടെ പ്രതിയോഗി, നമ്മളുടെ ശത്രു, നമ്മുടെ വൈരി, നമ്മളെ തകർക്കണം, ഇല്ലാതാക്കണമെന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആരാന്നറിയാമോ? പിശാചായ ഒരുത്തൻ. ഹല്ലേലൂയ. 1 പത്രോസ് 5:8 പറയുന്നു, ഞാനും നിങ്ങളും നിർമ്മതരായിരിക്കണം, ഒത്തിരിയധികം ശ്രദ്ധിച്ചിരിക്കണം, ജാഗ്രതയുള്ളവരായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ എന്നെയും നിങ്ങളെയും വിഴുങ്ങുവാൻ തക്കവണ്ണം അലറുന്ന സിംഹം പോലെ ചുറ്റി നടക്കുന്ന ഒരു പ്രതിയോഗിയുണ്ട്, ഒരു എതിരാളിയുണ്ട്, ഒരു ശത്രുവുണ്ട്. അത് മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. നമ്മെ സ്നേഹിക്കുന്നവനായ ഒരു കർത്താവ് ഒരു വശത്തുണ്ടെങ്കിലും നമ്മെ എങ്ങനെയെങ്കിലും കുഴിയിലിടണം, എങ്ങനെയെങ്കിലും തെറ്റുകുറ്റങ്ങളിൽ പിടിപ്പിക്കണം, എങ്ങനെയെങ്കിലും ഇവൻ്റെ പാപം ചെയ്ത് ഇവനിലിരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം ഇല്ലാതാക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ നേരെ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു പ്രതിയോഗിയുണ്ട്. ഒത്തിരിയധികം ശ്രദ്ധയോടുകൂടി ഇരിക്കണം പ്രിയപ്പെട്ടവരെ. അപ്പം ഇങ്ങനെയുള്ള പ്രതിയോഗി നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ എങ്ങനെ പെരുമാറണം, ഇവരെ എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് നമുക്ക് 1-2 കാര്യങ്ങളെ നോക്കാം. ഈ അന്നയുടെ കാര്യത്തിൽ നോക്കുവിൻ. ഇവൾ പ്രതിയോഗിയായ ആ പെനിന്നയ്ക്ക് അവൾ ഒന്നുമേ സംസാരിച്ചില്ല, എതിർത്തൊന്നുമേ പറഞ്ഞില്ല, ശകാരിച്ചില്ല, കോപിച്ചില്ല, ശപിച്ചില്ല, അവളെ ഭയപ്പെടുത്തിയില്ല. എന്നാൽ അവൾ അതിന് പകരം കണ്ണുനീരോടുകൂടി ഭക്ഷണം കഴിക്കാതെ ഇരുന്നു. എന്നിലും നിങ്ങളിലും പ്രയാസങ്ങൾ വരുമ്പോൾ, എന്നിലും നിങ്ങളിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഞാനും നിങ്ങളും ചെയ്യേണ്ടത് കണ്ണുനീരോടുകൂടി ഉപവാസത്തോടുകൂടി ഇരിക്കണം എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം. അതിൻ്റെ കൂടെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, പ്രതിയോഗി എന്തു തന്നെ ചെയ്തു കൊള്ളട്ടെ, പ്രതിയോഗിയെ നമ്മൾ ഇങ്ങനെ പറയാം, പിശാചേ നീ പോ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയാം നീ പോ എന്നു പറഞ്ഞാലും ചിലപ്പോൾ പോയെന്ന് വരില്ല. കാരണം എന്താണെന്നറിയാമോ? ചില കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെയായിരിക്കുന്നു. യാക്കോബ് 4:7 ഞാൻ വിശ്വസിക്കുന്നു. We have to submit ourselves to God, resist the devil, then he will flee from you. ദൈവത്തിന് നമ്മൾ കീഴടങ്ങുമ്പോൾ, ശത്രുവിനെ പിശാചിനെ എതിർത്ത് നിൽക്കുമ്പോൾ, എന്നാൽ അവൻ നിങ്ങളിൽ നിന്ന് വിട്ടോടിപ്പോകും. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ശത്രുവിന് എതിരായി നിൽക്കുന്നതിനേക്കാളുപരിയായി കർത്താവിൽ കീഴടങ്ങിയിരിക്കുന്നത് നല്ലത്, കർത്താവിൻ്റെ സന്നിധിയിൽ താന്നിരിക്കുന്നത് നല്ലത്, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ മുറ്റുമായി സമർപ്പിക്കുന്നത് നല്ലത്, കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയനുറുക്കത്തോടുകൂടി കടന്നു ചെല്ലുന്നത് നല്ലത്. ഹല്ലേലൂയ. ഇവൾ അങ്ങനെയായി ശത്രുവിനെതിരെ, അവളുടെ വൈരിക്കെതിരെ ഒന്നുമേ അവൾ പറഞ്ഞില്ല. അതിനുശേഷം അവരെല്ലാം അവളെ സ്നേഹിക്കുന്ന ഒരു നല്ലൊരു ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, ഭർത്താവ് ഉണ്ടായിരുന്നു. അവൾ 2 ഡബിൾ പോർഷൻ കൊടുക്കുന്നു. 10 മക്കൾക്ക് ഞാൻ സമമെന്ന് പറയുന്നു, എന്തെല്ലാം പറയുന്നു. എന്നാൽ നമ്മുടെ ഉള്ളായ ഹൃദയത്തിലായിരിക്കുന്ന ആഗ്രഹങ്ങളും താല്പര്യങ്ങളും പ്രയാസങ്ങളും വേറെ ആർക്കും തൃപ്തിപ്പെടുത്തുവാൻ അതിനെ നടത്തി തരുവാൻ സാധിക്കില്ല പ്രിയപ്പെട്ടവരെ. അത് നടത്തി തരുവാൻ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, നമ്മെ സ്നേഹിക്കുന്നവനായ ദൈവം. ഒരുപക്ഷെ ഭർത്താവിനാൽ കഴിയാത്തത്, ഭാര്യയാൽ കഴിയാത്തത്, കുഞ്ഞുങ്ങളാൽ കഴിയാത്തത്, മാതാപിതാക്കളാൽ കഴിയാത്തത്, നമ്മുടെ ബന്ധുക്കളാൽ കഴിയാത്തത്, നമ്മുടെ സ്നേഹിതരാൽ കഴിയാത്തത് ഒരു വ്യക്തിയാൽ കഴിയും. ആരാന്നറിയാമോ? നമ്മെ നിത്യമായി സ്നേഹിക്കുന്ന പിതാവ്. എല്ലാം പ്രയാസത്തിലിരിക്കുമ്പോൾ, എല്ലാം ഞെരുക്കത്തിലിരിക്കുമ്പോൾ ഞാനും നിങ്ങളും ചെയ്യേണ്ടത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഓടോടി ചെല്ലണം. പിതാവേ, അടിയനിതാ കർത്താവേ, അടിയൻ്റെ ജീവിതത്തിലെല്ലാം തടസ്സമായിരിക്കുന്നല്ലോ, അടിയൻ്റെ ജീവിതത്തിലെല്ലാം അനേക വാഗ്ദത്തങ്ങളുണ്ട്, സത്യമാണ്. അടിയൻ്റെ ജീവിതത്തിലെല്ലാം അങ്ങ് വാഗ്ദത്തം തന്നിരിക്കുന്നുണ്ട്, പക്ഷേ അതെല്ലാം നടക്കുന്നില്ല, ഞാൻ എന്തു ചെയ്യണം? ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്കായി നമ്മൾ കടന്നു ചെന്ന് നമ്മുടെ ഹൃദയത്തെ പകരണം. സങ്കീർത്തനം 62:8 പറയുന്നു, ജനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തെ കർത്താവിൻ്റെ സന്നിധിയിൽ പകരുവിൻ, അവൻ നമ്മുടെ സങ്കേതമായിരിക്കുന്നു. We have to pour out our heart in His presence, not into anyone's presence, my dear ones. Hallelujah. It will not do any good. It may harm you.
അത് ബൂമറാങ് പോലെ തിരിച്ച് നമുക്ക് അവരൊരു ആയുധമായി ഉപയോഗിച്ചെന്നിരിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ തുറക്കുന്നത് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കും. എല്ലാവരും പറയാമോ, ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ ഹൃദയത്തെ തുറക്കും. നമ്മളെ മുറ്റുമായി നമ്മുടെ ഹൃദയത്തെ തുറക്കണം പ്രിയപ്പെട്ടവരെ. 1 പത്രോസ് 5:7 പറയുന്നു, അവൻ നമ്മെ കരുതുന്നവനാകിയാൽ നമ്മുടെ സകല ചിന്താകുലവും അവൻ്റെ സന്നിധിയിൽ ഇട്ടുകൊള്ളുവിൻ. ശകലം എന്നല്ല, സകല ചിന്താകുലവും 100% ഓഫ് യുവർ ബർഡൻസ് ഷുഡ് ബി കാസ്റ്റ് ഇൻ ടു ഹിസ് കെയർ. ഹല്ലേലൂയ. അതിൻ്റെ കാരണം നമ്മളിത് നോക്കുമ്പോൾ 18-ാമത്തെ വാക്യം നോക്കുമ്പം അവളുടെ മുഖം പിന്നെ വാടിയതേമില്ല. അവൾ ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുന്നു. അവൾ ഹൃദയനുറുക്കത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു, കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം അവളുടെ മുഖം വാടി പോയിട്ടില്ല എന്ന് പറയുന്നു. ഞാനും നിങ്ങളും കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലുമ്പോഴേക്കും, കർത്താവെ അങ്ങ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എങ്ങനെയായി വാഗ്ദത്തം പ്രാപിക്കേണ്ടത് എന്ന് പറയുമ്പോൾ കർത്താവ് ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കാം. യോശുവയുടെ പുസ്തകം 6-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം നിങ്ങൾ എടുത്ത് വായിക്കുന്നുവെങ്കിൽ അവിടെ ഇങ്ങനെ കാണാം. യോശുവയും ഇസ്രായേൽ ജനങ്ങളെല്ലാം കാനാൻ ദേശത്ത്, വാഗ്ദത്ത ദേശത്തേക്ക് അത് എടുത്ത് പ്രാപിപ്പാൻ തക്കവണ്ണം കടന്നു ചെല്ലും. എന്നാൽ അവർക്ക് എതിരെ ഒരു വലിയ എരികോയുടെ പട്ടണത്തിൻ്റെ മതിൽ അവർക്ക് തടസ്സമായിരിക്കുന്നു. എല്ലാ തടസ്സങ്ങളെയും മാറ്റുവാൻ കർത്താവിന് കഴിയും. നമ്മളെ താമസിപ്പിക്കുന്ന, നമ്മളെ വാഗ്ദത്തം പ്രാപിപ്പാൻ ഏതെല്ലാം നമ്മളെ ഡിലേ ചെയ്യിപ്പിക്കുന്നു, ഏതെല്ലാം തടസ്സപ്പെടുത്തുന്നോ അതെല്ലാം മാറ്റുവാൻ കർത്താവിന് സാധിക്കും. കർത്താവ് പറഞ്ഞെന്താണെന്നറിയാമോ? യഹോവ പറഞ്ഞെന്താണെന്നറിയാമോ? നിങ്ങൾ ഇതിന് ചുറ്റുമായി ചുറ്റി നടക്കണം. 6 ദിവസം ഓരോ പ്രാവശ്യം ചുറ്റി നടക്കണം. 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റി നടക്കണം. എന്നിട്ട് അത്യുച്ചത്തിൽ നിങ്ങൾ ആർപ്പിടണം, കാഹളമൂതണം എന്ന് പറഞ്ഞു. കാഹളമൂതി ആർപ്പിട്ടു, മതിൽ വീണു, അവർ നേരെ കടന്നു ചെന്ന് പട്ടണം പിടിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എത്ര നല്ലൊരു കാര്യമല്ലേ? ഇന്നൊരു വാക്യം നമ്മൾ വായിക്കുന്നത്, ഈ ഇടയ്ക്ക് ഞാനൊരു ദൈവദാസിൽ നിന്ന് കിട്ടിയ ഒരു ദൂത് അത് നിങ്ങളിൽ പകരുകയാണ്. സങ്കീർത്തനം 18:29. ഞാൻ കർത്താവിനാൽ മതിൽ ചാടി കടക്കും എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ 2 പോർഷനും കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടർ എന്താ പ്രിയപ്പെട്ടവരെ? രണ്ടും മതിലാണ് അല്ലേ? എരികോ മതിൽ, ഇവിടെ വേറൊരു മതിൽ. അപ്പോൾ ഇതിൽ വേറൊരു കോമൺ ഫാക്ടർ വല്ലതും ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. അതിനെ ഫേസ് ചെയ്യുന്ന നമ്മൾ ഇല്ലേ? അപ്പം മതിലൊരു കോമൺ ഫാക്ടർ, നമ്മുടെ ജീവിതം ഒരു കോമൺ ഫാക്ടർ. വേറൊരു കോമൺ ഫാക്ടറും കൂടെ. അതൊരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പവർ ഓഫ് ഗോഡ്. എല്ലാവരും പറയാമോ? പവർ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ഈ എരികോ മതിലിൻ്റെ അടുക്കൽ ഇവരെല്ലാം കർത്താവ് പറഞ്ഞതുപോലെ അനുസരിച്ചു, കാഹളമോതി, ആർത്തു, സ്തുതിച്ചു, മഹത്വപ്പെടുത്തി അവരെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ മതിലിൻ്റെ കല്ലുകളിലേക്ക് കർത്താവിൻ്റെ ശക്തി, വല്ലഭത്വം കടന്നു ചെന്ന് മതിലിനെ വീഴിപ്പാൻ തക്കവണ്ണം അവിടെ ഒരു അത്ഭുതം നടന്നു. എന്നാൽ സങ്കീർത്തനം 18:29 നിങ്ങൾ വായിക്കുമ്പോൾ മതിൽ തകർന്നെന്നല്ല, മതിലിനെ ചാടിക്കടപ്പാൻ തക്കവണ്ണം അവനിൽ ദൈവത്തിൻ്റെ ശക്തി പകർന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. എന്നിലും നിങ്ങളിലും ശക്തി പകരുവാൻ കർത്താവ് മതിയായവനായിരിക്കുന്നു. കരങ്ങളെ ഉയർത്തിയോണമായി കർത്താവെ, അവൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കുന്നതിനായി സ്തോത്രം കർത്താവെ. ഞാൻ ഇരിക്കുന്ന സ്ഥലത്തല്ല കർത്താവെ, മതിലിനെ ചാടിക്കടന്ന് അങ്ങ് എനിക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദേശത്തെ പിടിപ്പാൻ അടിയനെ സഹായിക്കുവാൻ പോകുന്നതിനായി സ്തോത്രം എന്ന് പറയുവിൻ. പ്രിയപ്പെട്ടവരെ, എന്നിലും നിങ്ങളിലും പകർന്നിരിക്കുന്ന ആത്മാവിൻ്റെ ശക്തി നമ്മളത് മനസ്സിലാക്കുന്നില്ല. വിശ്വാസത്തോടുകൂടി നമ്മൾ മുന്നേറണം പ്രിയപ്പെട്ടവരെ. കർത്താവിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കെതിരായി നിൽപ്പവൻ ആർ? ഹല്ലേലൂയ. കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമുക്ക് എതിരാളിയായി നിൽപ്പവൻ ആർ? പ്രിയപ്പെട്ടവരെ, ആരും തന്നെയില്ല. ഹല്ലേലൂയ. ഈ ഹന്ന വ്യസനത്തോടുകൂടി, കണ്ണുനീരോടുകൂടി, പട്ടിണിയിലായി ഉപവാസത്തോടുകൂടി അവൾ കർത്താവിൻ്റെ സന്നിധിയിലേക്കായി അവൾ കടന്നു ചെല്ലുന്നത് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. അവൾ കടന്നു ചെന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ അവൾ ഭക്ഷണമെല്ലാം അവരെല്ലാം കഴിച്ചു, പക്ഷേ അവൾ കഴിച്ചില്ല. മനോവ്യസനത്തോടെ അവൾ പ്രാർത്ഥിച്ചു. മനോവ്യസനത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ പുറത്തൊന്നും കേൾക്കുന്നില്ല. ചുണ്ടുകൾ മാത്രം വിതുമ്പുന്നു, ചുണ്ടുകൾ മാത്രം അനങ്ങുന്നു. അത് കണ്ട ഏലി പുരോഹിതൻ വിചാരിച്ചു, ഇവൾ മദ്യം കുടിച്ച് ലഹരിയായി അവൾ
അവൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവൾ വിചാരിച്ച്, നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, നീ മദ്യപാനത്തിൽ നിന്ന് വിലകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറയുന്നത് എന്നാണെന്നറിയാമോ, എൻ്റെ മനവ്യസനം കൊണ്ട്, എൻ്റെ ഹൃദയം മുഷിഞ്ഞിരിക്കുന്നത് കൊണ്ട്, നുറുങ്ങിയിരിക്കുന്നത് കൊണ്ട് എൻ്റെ ഹൃദയം ഞാൻ പകർന്നിരിക്കുന്നു എന്നവിടെ കാണുവാൻ സാധിക്കും. 15-ാമത്തെ വാക്യം, 16-ാമത്തെ വാക്യം, 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, അതിന് ഏലി സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഈശ്വരൻ്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ ഒരു ദൂത് നിങ്ങൾക്കുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാനും നിങ്ങളും സഭയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, സഭയിൽ കടന്നു വന്ന് ദൈവസന്നിധിയിൽ നമ്മൾ കാര്യങ്ങൾ ഒത്തിരിയധികം സമർപ്പിക്കുമ്പോൾ, എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന ദൈവദാസൻ്റെ സന്നിധിയിൽ പക്കലേക്കായി കടന്നു ചെന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങിച്ച് കടന്നു ചെല്ലണം. എന്തുകൊണ്ട് പറയുന്നത് അറിയാമോ, ഈ 17-ാമത്തെ വാക്യത്തിന് ശേഷമാണ് അവളുടെ മുഖം വാടിയതില്ലെന്ന് കാണുന്നു. അവൾ ഹൃദയം മുഴുവനും ദൈവത്തിൻ്റെ സന്നിധിയിൽ പകർന്നു, നല്ലത് തന്നെ. എന്നാൽ അതിനെ സപ്പോർട്ടീവായിട്ട് ആ ദൈവദാസനും അവളെ അനുഗ്രഹിച്ചു എന്ന് കാണുവാൻ സാധിക്കും. 2-ാമത്തെ അധ്യായം 20-21 വാക്യം കൂടി ഇതിനെ സപ്പോർട്ടീവായിട്ട് ഞാൻ കാണിച്ചു തരാം. എന്നാൽ ഏലി എൽക്കാനയെയും അവൻ്റെ ഭാര്യയെയും അനുഗ്രഹിച്ചു. ഈ സ്ത്രീ യഹോവയ്ക്ക് കഴിച്ച നിവേദ്യത്തിന് പകരം, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശമൂവേൽ ബാലനെ ആ ഏലിയുടെ അടുക്കിലേക്ക് അവർ കൊണ്ടുവന്ന് വിട്ടു. പാൽകുടിയെല്ലാം മാറിയതിന് ശേഷം ഈ ദൈവത്തിൻ്റെ വേലയ്ക്കായി ഞാൻ സമർപ്പിച്ചിരിക്കുന്നു പറഞ്ഞ് കൊണ്ടുവന്ന് വിട്ടു. അപ്പോൾ അത് കാരണം പറയുക, അവൻ്റെ ഭാര്യയും അനുഗ്രഹിച്ച് ഈ സ്ത്രീ യഹോവയ്ക്ക് കഴിച്ച നിവേദ്യം ശമൂവേൽ ബാലൻ പകരം യഹോവ അവളിൽ നിന്ന് നിനക്ക് സന്തതിയെ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു. വീണ്ടും അവൻ ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ദൈവദാസൻ ആ പ്രിയ എൽക്കാനയെ അനുഗ്രഹിക്കുന്നു. അതിൻ്റെ ഫലമായി അടുത്ത വാക്യം വായിച്ചു നോക്കുവിൻ. പിന്നെ അവൾ തങ്ങളുടെ വീട്ടിലേക്ക് പോയി യഹോവ ഹന്നയെ കടാക്ഷിച്ചു. അവൾ ഗർഭം ധരിച്ചു, 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ശമൂവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ കാലത്ത് ഒത്തിരിയധികം, പാസ്റ്റർ ദില്ല് എനിക്ക് പറഞ്ഞു തന്നാണേ, ഒത്തിരിയധികം വ്യക്തികളോടായി അടുത്ത് കഴിയുമ്പോൾ ദൈവദാസന്മാരുടെക്കുള്ള റെസ്പെക്റ്റ് കുറയുന്നു. അപ്പം അത് കാരണം നമുക്ക് നമ്മെ ആത്മീയമായി നടത്തുവാൻ വെച്ചിരിക്കുന്ന ഗുരുക്കന്മാർ, ദൈവദാസന്മാർ, അവരെ നമ്മൾ മാനിക്കണം. അവരുടെ ഒത്തിരിയധികം ശ്രദ്ധയോടുകൂടി സംസാരിക്കണം. അവർ ചിലപ്പം ഒത്തിരിയധികം ജോവിയിലായിട്ട് നിങ്ങളോട് സംസാരിച്ചെന്നിരിക്കാം, മിണ്ടിയെന്നിരിക്കാം. എന്നോട് അങ്ങനെ സംസാരിക്കുന്ന അല്ലെന്ന് ഞാൻ പറയുന്നത് കേട്ടോ, തെറ്റിദ്ധരിക്കല്ലേ. ഒത്തിരിയധികം ബഹുമാനത്തോടുകൂടി, ഒത്തിരിയധികം താഴ്മയോടുകൂടി, വിനയത്തോടുകൂടി നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, നമ്മുടെ ശരീരത്തിൻ്റെ ആ ആക്ഷൻസ് എല്ലാം ഒത്തിരി കൂടെ ശ്രദ്ധിച്ച് ചെയ്യുമെങ്കിൽ കർത്താവ് ഇതെല്ലാം കാണുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മൾ പുറമേയുള്ള മാത്രമേ കാണുന്നുള്ളൂ, നല്ല ഉടുപ്പും നല്ല വസ്തുവും ചിരിയും എല്ലാം കാണുന്നുള്ളൂ. പക്ഷേ നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്തകളെയും നമ്മുടെ മോട്ടീവ്സിനെയും എല്ലാം കാണുന്ന ഒരു കർത്താവുണ്ട്. അത് കാരണം ശ്രദ്ധയോടുകൂടി ഇരുന്നാൽ നമ്മൾ അനുഗ്രഹം പ്രാപിക്കും. അതൊരു ദൂതായി നിങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും അനുഗ്രഹത്തിന് ഒരു കാരണമായി തീരും പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഈ ഹന്ന, വീണ്ടുമായി ഞാൻ ഹന്നയിലേക്ക് കടന്നു വരാം. അവൾ ദൈവസന്നിധിയിലേക്കായി ഓടോടി അവൾ കടന്നു വന്നു. അവൾ ഹൃദയത്തിലുള്ളതെല്ലാം ദൈവസന്നിധിയിലായി പകർന്നു. കണ്ണുനീരോടുകൂടി, ഉപവാസത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി ഹൃദയത്തെ മുഴുവനുമായി കർത്താവിൻ്റെ സന്നിധിയിൽ അവൾ പകർന്നു. എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ അവൾ ചെയ്തു. എന്താ ചെയ്തതെന്നറിയാമോ? താങ്ക് യു ലോർഡ്. 11-ാമത്തെ വാക്യം. അവൾ ഒരു നേർച്ച നേർന്നു. എല്ലാവരും പറയാമോ? നേർച്ച നേർന്നു. നമ്മൾ ഇന്നത്തെ കാലത്ത് നേർച്ച നേരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. പക്ഷെ നേർച്ച നേരുന്നത് ഒരു ബ്രൈബ് പോലെയല്ല, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് കർത്താവിൻ്റെലേക്കുള്ള ആ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നതായ ഒരു സംഭവം. നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയൻ്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ, ശ്രദ്ധിച്ചായിരുന്ന പുരുഷ സന്താനത്തെ, മകനെ തന്നെ എനിക്ക് വേണം എന്നാണ് അവർ ചോദിക്കുന്നത്. ഷി വാസ് സ്പെസിഫിക് ഇൻ ഹർ റിക്വസ്റ്റ്. നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും, അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയുമില്ല എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കണം, എനിക്കൊരു 5-6 കുഞ്ഞുങ്ങളെ തന്നു കഴിയുമ്പോൾ അതിൽ ഏറ്റവും
പഠിത്തത്തിന് കൊള്ളത്തില്ല, ഒന്നിനും കൊള്ളത്തില്ല എന്നാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒരുത്തനെ നിങ്ങൾക്ക് തന്നേക്കാം എന്നാണോ പറഞ്ഞിരിക്കുന്നത്? അല്ല, ആദ്യമേ തരുന്ന അനുഗ്രഹത്തെ ഞാൻ അങ്ങേക്ക് തരും. The first blessing that you are going to give us, I am going to give back to you. The best blessing that you are going to give me, I am give back to you എന്നാണ് അവൾ പറയുന്നത്. ഹല്ലേലൂയ. രണ്ടാമത്, അവൻ ജനിച്ചു കഴിയുമ്പോൾ സ്കൂൾ അവധിക്ക് ഞാൻ സൺഡേ സ്കൂളിൽ വിടാം, ക്യാമ്പിന് വിടാം, മിഷണറി ട്രിപ്പിന് വിടാം എന്നാണ് പറഞ്ഞത്? അല്ല, അവൾ എന്തോ പറഞ്ഞത്? അവനെ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്നിലും നിങ്ങളിലും കർത്താവ് ഏതെങ്കിലും കാര്യം തടസ്സപ്പെടുത്തി വെച്ചിരിക്കുന്നെങ്കിൽ അതിൻ്റെ പുറകാലെ ഒരു കാര്യമുണ്ട്, ഒരു വിലയേറപ്പെട്ട ഒരു കാരണമുണ്ട്. പ്രിയപ്പെട്ടവരെ, 5ഉം 6ഉം വാക്യത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ യഹോവ അവളുടെ ഗർഭം അടച്ചു എന്ന് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് യഹോവ അവളുടെ ഗർഭത്തെ അടച്ചത്? ഒന്ന്, ഈ പ്രിയ മകൾ യഹോവയുടെ സന്നിധിയിലേക്കായി മുറ്റുമായി അവളെ സമർപ്പിപ്പാൻ, മുറ്റുമായി പ്രതിഷ്ഠിക്കാൻ അവളെ അതിനൊരു മുഖാന്തരമാക്കി അത് മാറ്റി. എല്ലാവരും പറയാമോ? God wants to establish each and every one of us when we dedicate ourselves in His presence. Hallelujah. നമ്മെ ബലപ്പെടുത്തുവാൻ, നമ്മെ സ്ഥിരപ്പെടുത്തുവാൻ, നമ്മെ വളർത്തുവാൻ, നമ്മെ ഉയർത്തുവാൻ എന്നിലും നിങ്ങളിലും വരുന്ന മാറ്റം എന്താണെന്നറിയാമോ? നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു ചെന്ന് നമ്മെ മുറ്റുമായി സമർപ്പിക്കണം, മുറ്റുമായി പ്രതിഷ്ഠിക്കണം, മുറ്റുമായി നമ്മളെ താഴ്ത്തണം, മുറ്റുമായി അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നിന്നയുണ്ട്. നമ്മളിന്ന് പാടി, ഇല്ല ഒരിക്കലുമില്ല, കുലുങ്ങുകയില്ല, വീഴുകയില്ല, എല്ലാം നല്ല കാര്യം തന്നെ. അവൻ വാതിൽ തുറക്കുന്നവൻ, വാതിൽ അടയ്ക്കുന്നവൻ. അതേ പ്രിയപ്പെട്ടവരെ, എന്നാൽ വാതിൽ തുറന്നു കഴിയുമ്പോൾ നിങ്ങൾ ആ വാതിൽ തുറന്നു കിട്ടുന്ന നന്മ കർത്താവിന് വേണ്ടി കൊടുക്കുമോ? വാതിൽ അടച്ചു കിട്ടുമ്പോൾ കർത്താവിന് സ്തുതിയും സ്തോത്രവും കൊടുക്കുമോ പ്രിയപ്പെട്ടവരെ? അതോ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ലഭിച്ചുവെന്ന് നമ്മൾ സ്വയം പുകഴ്ന്നുകൊണ്ടിരിക്കുകയാണോ? എൻ്റെ കർത്താവിനാൽ കഴിയാത്തത് ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ കണ്ണുകൊണ്ട് കാണാത്തത് അവൻ ചെയ്യും, നമ്മൾ ചെവി കൊണ്ട് കേൾക്കാത്തത് അവൻ ചെയ്യും, നമ്മുടെ ഹൃദയം കൊണ്ട് ഇതുവരെ നമ്മൾ ചിന്തിക്കാത്തത് പോലും അവൻ ചെയ്യും പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നാം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന മുന്നമേ നമ്മളെ കണ്ടറിഞ്ഞവൻ, നമ്മുടെ അവയവങ്ങളെ സൃഷ്ടിക്കും മുന്നമേ നമുക്ക് വേണ്ടി സകലതും ഒരുക്കി വെച്ചവൻ ബാക്കിയെല്ലാം തരാതിരിക്കുമോ പ്രിയപ്പെട്ടവരെ? ഈ ലോകത്തിൻ്റെ അടിത്തറ ഇടുന്നില്ല മുന്നമേ എന്നെയും നിങ്ങളെയും കുറിച്ച് അറിയുന്നവനായ കർത്താവ്, എൻ്റെ ഉള്ളം കൈകളിലായി എന്നെയും കുറിച്ചും നിങ്ങളെക്കുറിച്ചും എഴുതി വച്ചിരിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. അപ്പനും അമ്മയും നമ്മളെ കൈവിട്ടാലും കൈവിടിയാത്ത കർത്താവ്, സ്വന്തം പെറ്റ അമ്മ അവളുടെ മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞിനെ മറന്നാലും നമ്മെ മറക്കാത്ത ഒരു കർത്താവ്. ആ കർത്താവിൻ്റെ സന്നിധിയിലേക്കായി ഞാനും നിങ്ങളും വരുമ്പോഴും എന്തൊക്കെ കൊടുക്കണം പ്രിയപ്പെട്ടവരെ? നമ്മെ മുറ്റുമായി അവൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാമോ പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. നമുക്ക് വേണം കൈക്കോട്ടിൻ്റെ സ്വഭാവമാണ്. ഇങ്ങോട്ട് വരട്ടെ, അനുഗ്രഹിക്കണമേ, ബ്ലസ് ചെയ്യണമേ എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. എന്നാൽ കർത്താവെ, എന്നെ അനുഗ്രഹിച്ചാൽ കർത്താവെ, അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. കർത്താവെ, എന്നെ അനുഗ്രഹിച്ചാൽ രാജ്യത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യും. എന്നെ അനുഗ്രഹിച്ചാൽ അനേക ആത്മാക്കളെ നേടുവാൻ ഞാൻ ശ്രമിക്കും. ഹല്ലേലൂയ. ഒരു നാളും നിങ്ങൾ പറയരുത് എന്നിൽ താലന്ത് ഇല്ല എന്ന് പറഞ്ഞു. എല്ലാവരിലും താലന്തുകളുണ്ട് പ്രിയപ്പെട്ടെ. അത് ഒളിഞ്ഞു കിടക്കുന്നു. ഒരുപക്ഷെ നമ്മൾ അറിയുന്നില്ല, ഒരുപക്ഷെ നമ്മളത് എക്സസൈസ് ചെയ്യുന്നില്ല. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുവൻ പ്രിയപ്പെട്ടവരെ. കണ്ണുനീരോടുകൂടി വരുമ്പോൾ, ഉപവാസത്തോടുകൂടി വരുമ്പോൾ, പ്രാർത്ഥനയോടുകൂടി ഇരിക്കുമ്പോൾ, നിങ്ങൾ നേർന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വായിൽ കർത്താവ് അവൻ്റെ വാക്ക് വെച്ച് തരും. ഹല്ലേലൂയ. അവൻ്റെ ആലോചന നിങ്ങളുടെ ഹൃദയത്തിൽ പകർന്നു തരും പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. 2 തിമോത്തി 1:7. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് ഭയത്തിൻ്റെ ആത്മാവല്ല, ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല. അത് ഫലത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഇന്ദ്രിയ ജയത്തിൻ്റെയും തെളിഞ്ഞ ബുദ്ധിയുടെയും ആത്മാവായിരിക്കുന്നു. ആത്മാവിൻ്റെ സന്നിധിയിലേക്കായി കടന്നു പോകുമ്പോഴൊക്കെയും ഒരുപക്ഷെ നിങ്ങൾക്ക് വേദനയുടെ ആധിക്യം കൊണ്ട്, വേദനയുടെ
നിറവ് കൊണ്ട്, ദുഃഖത്തിൻ്റെ കാഠിന്യം കൊണ്ട് ഒരുപക്ഷെ ഒന്നും സംസാരിക്കുവാൻ പറ്റിയെന്ന് വരത്തില്ല. ഈ പ്രിയ ഹന്ന പ്രാർത്ഥിച്ചതിൽ ഒന്നും പുറത്തു വന്നില്ല, പുറത്തൊന്നും കണ്ടില്ല. എന്നാൽ അവളുടെ ഹൃദയം കർത്താവിൻ്റെ സന്നിധിയിൽ പകർന്നുകൊണ്ടിരുന്നു. നിങ്ങളുടെ ദീർഘനിശ്വാസം പോലും കർത്താവ് മനസ്സിലാക്കുന്നവനായിരിക്കുന്നു. നിങ്ങളുടെ ദീർഘനിശ്വാസം പോലും കർത്താവ് അത് പ്രാർത്ഥനയായി ഏറ്റെടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചിലർ പറയും എന്തുകൊണ്ട് വിശേഷം, വിശേഷം, അശേഷം, നിശേഷം. എന്നുവെച്ചാൽ വിശേഷം ഒന്നുമില്ല, അല്പം പോലും ഇല്ലെന്ന് അതിൻ്റെ അർത്ഥം. അതാണ് നമ്മുടെ അവസ്ഥ. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിലേക്കായി കടന്നു വരുമ്പോൾ, സുവിശേഷമെന്ന ദൈവത്തിൻ്റെ വചനം നമ്മൾ കയറി വരുമ്പോൾ നമ്മളിൽ നല്ല വിശേഷം ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. എന്നെ കരുതുന്നവനായ ഒരു കർത്താവ് ഉണ്ട്. ഹല്ലേലൂയ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവ് ഇന്നും ജീവിക്കുന്നവനാ കർത്താവ്. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാമോ? നിങ്ങളുടെ സമീപമായ കർത്താവുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നതിലും സമീപമായി നിങ്ങളുടെ സമീപമായ കർത്താവുണ്ട്. നിങ്ങളുടെ ശ്വാസത്തെക്കാളേറെ സമീപമായ കർത്താവ് നിങ്ങളിൽ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ഇരിക്കുന്നവനേക്കാളും എന്നിലും നിങ്ങളിലും ഇരിക്കുന്നവൻ വല്ലഭത്വം നിറഞ്ഞവൻ, സ്നേഹം നിറഞ്ഞവൻ, സകലത്തിനും മതിയായവൻ, സകലത്തെയും മാറ്റിമറിക്കുവാൻ അവൻ്റെ കരങ്ങളിൽ എല്ലാ കൃപകളും അവൻ്റെ നമ്മൾ വെച്ചിരിക്കുന്ന മനസ്സിൽ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അതുകൊണ്ട് ധൈര്യത്തോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്കായി നമ്മൾ കടന്നു വരാം. ഈ അന്ന ധൈര്യത്തോടു കൂടി കടന്നു ചെന്നു. എന്നാൽ ഇവളുടെ ഉദരം അടച്ചു വെച്ചത് കർത്താവിൻ്റെ ഒരു 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 മുഖാന്തരം, ഇവളെ കടന്നു വരാനൊരു മുഖാന്തരമായിരുന്നു. ആദ്യമേ പ്രതിഷ്ഠിപ്പാൻ തക്കവണ്ണം അവളെ സമർപ്പിച്ചു. 2, നല്ലൊരു തീരുമാനമെടുക്കുവാൻ അത് സഹായിച്ചു. 3, അവളുടെ സ്വഭാവ രൂപാന്തരണം ഉണ്ടാകുവാൻ അത് സഹായിച്ചു. 4, നല്ലൊരു പോയിൻ്റ് ശ്രദ്ധിച്ചോണേ പ്രിയപ്പെട്ടവരെ. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം താമസിച്ച് വരുന്നുവെങ്കിൽ അത് മഹത്തായ അനുഗ്രഹമായിരിക്കും. When the blessings are coming late, late blessings are great blessing. എല്ലാവരും പറയാം അടുത്തുള്ളവനോട്, late blessing are great blessing. Hallelujah. എന്താ പറയുന്നറിയാമോ? ഈ പെന്നിനയുടെ കുഞ്ഞിനെ കുറിച്ച് വേറെ എന്തെങ്കിലും നമ്മൾ ഈ ബുക്കിൽ വായിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇല്ല. ശമൂവേലിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ശമൂവേലിൻ്റെ പേരിലാണ് ഈ 2 പുസ്തകം എഴുതിയേക്കുന്നത്. 1 ശമൂവേൽ, 2 ശമൂവേൽ. ഹന്നയുടെ പേരിൽ പോലും അല്ല. ഈ ശമൂവേൽ അനേക പദവികൾ അവൻ വഹിച്ചിരുന്നു. 1, അവൻ പ്രവാചകനായിരുന്നു. 2, അവൻ പുരോഹിതനായിരുന്നു. 3, അവൻ ന്യായാധിപനായിരുന്നു. അതോടുകൂടി നിന്നില്ല, അവൻ സൈന്യങ്ങളുടെ നേതാവായി അനേക യുദ്ധങ്ങളെ അവൻ നയിച്ചിട്ടുണ്ട്. അതോടുകൂടി നിന്നില്ല, അവൻ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നവനായി ഹി വാസ് ആൻ ഇന്റർസെസർ. അതോടുകൂടി നിന്നില്ല, ഹി വാസ് എ കിങ് മേക്കർ. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ഓർത്തു നോക്കി പ്രിയപ്പെട്ടവരെ, അപ്പൊ എന്നിലും നിങ്ങളിലും എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ കർത്താവ് അതിൽ നിന്ന് പുറപ്പെടുന്ന നന്മ, ഹി വാണ്ട് ടു മേക്ക് ഇറ്റ് ആസ് എ ഹിസ്റ്റോറിക്കൽ തിങ്. He want to make it an outstanding blessing. He want to make it as an extraordinary blessing. Hallelujah. ഈ ശമൂവേൽ ഒരു സാധാരണ വ്യക്തിയായിരുന്നില്ല. അവൻ പ്രവാചകനായിരുന്നു. He was a prophet. He was a priest. He was a judge. He was a military leader. He was an intercessor and he was a king maker. Hallelujah. ഇത്രയും പദവികൾ അവൻ ചെയ്തിരുന്നെങ്കിലും അവൻ ഒത്തിരിയധികം ശ്രദ്ധയോടുകൂടി ദൈവസന്നിധിയിലായിരുന്നു. ദൈവത്തെ സ്നേഹിച്ച് അവൻ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇതെങ്ങനെ സംഭവിച്ചു പ്രിയപ്പെട്ടവരെ? കരയുന്ന ഒരു അമ്മയിൽ നിന്ന് സംഭവിച്ചു. പ്രിയ മാതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്നെങ്കിൽ നിങ്ങൾ വീഴ്ത്തുന്ന ഓരോ കണ്ണുനീരും കർത്താവ് കാണുന്നു. നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയണം, കരയരുതെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ കർത്താവ് അവരെ കരുതിക്കൊള്ളും. നിങ്ങൾ കണ്ണുനീര് ചിന്തുന്ന ഓരോ തുള്ളി കണ്ണുനീരിനെയും കർത്താവ് ഒരു കുപ്പിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. സങ്കീർത്തനം 56:9 അങ്ങനെ ഓർപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഒരു നാൾ നമ്മുടെ കണ്ണുനീര് അത് വൃഥാവായി പോകുകയില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, നമ്മുടെ കുടുംബം ക്ഷേമമായിരിക്കും, നമ്മുടെ ശരീരത്തിൽ നല്ല ആരോഗ്യം ബലവും കടന്നു വന്നിരിക്കും. ഹല്ലേലൂയ. അവസാനം ഒരു കാര്യം പറഞ്ഞ് ഞാൻ പാസ്റ്ററിന്റെ അടുക്കൽ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രിയ ഹന്നയിൽ 4 വിധമായ സൗഖ്യം സംഭവിച്ചു.
കർത്താവിൻ്റെ സന്നിധിയിൽ അവൾ കടന്നു വന്ന് തൻ്റെ ഹൃദയത്തെ പകർന്നപ്പോൾ, കണ്ണുനീരോടുകൂടി അവൾ പ്രാർത്ഥിച്ചപ്പോൾ, അവൾ ഉപവാസത്തോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ, നേർച്ചയോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ 4 സൗഖ്യം ഉണ്ടായി. എല്ലാവരും പറയാമോ? 4 സൗഖ്യം. ആദ്യത്തെ സൗഖ്യം ശാരീരികമായ സൗഖ്യം. ഇറ്റ് വാസ് എ ഫിസിക്കൽ ഹീലിംഗ്. എന്തോ ഫിസിക്കൽ ഹീലിംഗ്? അവളുടെ ഗർഭപാത്രം അടഞ്ഞിരുന്നു, എന്നാൽ ഗർഭപാത്രം തുറന്നു. കുഞ്ഞുങ്ങളെ ഉണ്ടാകുവാൻ തക്കവണ്ണം അവളുടെ ഗർഭപാത്രം തുറന്നു. ഇവിടെ ആരോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളെ കുഞ്ഞുങ്ങൾ വേണമെന്ന് പറഞ്ഞ്. അവരെ കർത്താവ് ഇന്ന് തൊട്ട് അത്ഭുതമായി ഒരു പുതിയ തലമുറയെ തന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആരെല്ലാമോ നിങ്ങൾ കുഞ്ഞുങ്ങൾ വേണം, എനിക്ക് പ്രയാസമുണ്ട്, ഉദരസംബന്ധമായ അസുഖമുണ്ട്, എന്നെല്ലാമോ പ്രശ്നമുണ്ടെന്ന് വൈദ്യന്മാർ പറഞ്ഞാലും അതിനെല്ലാം മറികടന്ന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പ്രാപിച്ചുകൊള്ളുക പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നമ്മുടെ ശാരീരികമായ എല്ലാ അസുഖങ്ങളും യേശുവിൻ്റെ നാമത്തിൽ, അവൻ്റെ അധികാരമുള്ള നാമത്തിൽ, അവൻ്റെ അടിപ്പിണരുകളാൽ ഇപ്പോൾ നിങ്ങൾ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. നിങ്ങൾ റിസീവ് ദ ഹീലിംഗ്. ഹല്ലേലൂയ. നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. അനേകർ മൈഗ്രെയിൻ തലവേദനയോടുകൂടി ഇരിക്കുന്നവർക്ക് കർത്താവ് ഇന്ന് വിടുതൽ തരുന്നു. ഹല്ലേലൂയ. നിങ്ങൾ പ്രാപിച്ചുകൊള്ളുവിൻ. പരിശുദ്ധാത്മാവിന്റെ പ്രവാഹം ഇവിടെ ഉണ്ട് പ്രിയപ്പെട്ടവരെ. പരിശുദ്ധാത്മാവിന്റെ നിറവ് അവിടെ ഉണ്ട്, അവിടെ വിടുതൽ ഉണ്ട്. പരിശുദ്ധാത്മാവ് എവിടെയുണ്ട് അവിടെ എല്ലാ നുഖങ്ങളും തകരും പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അവളിൽ സംഭവിച്ച രണ്ടാമത്തെ ഹീലിംഗ്, ഇറ്റ് വാസ് ആൻ ഇമോഷണൽ ഹീലിംഗ്, ദ ഇന്നർ ഹീലിംഗ്. അവൾ ഒത്തിരിയധികം നുറുക്കപ്പെട്ടവളായിരുന്നു, തകർക്കപ്പെട്ടവളായിരുന്നു. എന്നാൽ കർത്താവ് അവളെ അനുഗ്രഹിച്ചപ്പോൾ ആ തകർച്ചയും നുറുക്കും എല്ലാം മാറിപ്പോയി. പിന്നെ പെനിനിയുമായിട്ട് ഇവളുമായിട്ട് യാതൊരു സംവാദവും അവിടെ കാണുന്നില്ല, ഒരു തർക്കമോ ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ അവിടെ കാണുന്നില്ല. എന്നാൽ ഭർത്താവിനോടുകൂടി സന്തോഷത്തോടു കൂടി അവൾ ജീവിച്ചു. 5 കുഞ്ഞുങ്ങളെ വീണ്ടുമായി അവർ കൊടുത്ത് അനുഗ്രഹിച്ചായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മൂന്നാമത്തെ അനുഗ്രഹം സ്പിരിച്വൽ ബ്ലെസ്സിങ്. ആത്മീയമായ അനുഗ്രഹം. ആത്മീയമായ അനുഗ്രഹം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൾ എല്ലാ പ്രാവശ്യവും ആലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴൊക്കെയും എല്ലാ വർഷവും അവർ കടന്നു ചെല്ലുന്നു, കുഞ്ഞിന് ഒരു പുതിയ ഉടുപ്പെടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്നത്. എൻ്റെ കുഞ്ഞ് എത്രത്തോളം വളർന്നിട്ടുണ്ട്, കുഞ്ഞ് എത്രത്തോളം കൃപയിൽ വളർന്നിട്ടുണ്ട്, കുഞ്ഞ് എത്രത്തോളം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഒത്തിരി അവൾ ശ്രദ്ധയോടുകൂടി അവൾ അതിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മീയ കാര്യങ്ങളെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. എത്രത്തോളം അവർ ബൈബിൾ വായിക്കുന്നു, എത്രത്തോളം അവർ പ്രാർത്ഥിക്കുന്നു, എത്രത്തോളം അവർ ദൈവത്തോടായി അടുത്തിരിക്കുന്നു, അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയും വേണം. നാലാമത്തെ ഹീലിംഗ്, ഇറ്റ് വാസ് എൻ റിലേഷണൽ ഹീലിംഗ്. ഹല്ലേലൂയ. ബന്ധത്തിൻ്റെ അവർ അനുരഞ്ജനമുണ്ടായി. അവർ സമഗ്രതയോടുകൂടി ഒരു പ്രയാസം, ബുദ്ധിമുട്ടും, ഞെരുക്കങ്ങളും, തർക്കങ്ങളും ഒന്നും കൂടാതെ അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട രീതിയിലായി അവർ ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവിൻ്റെ സന്നിധി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം നീ എൻ്റെ സങ്കേതവും. താങ്ക് യു ലോർഡ്. നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ എൻ സർവവുമായി. അടിയനിതാ അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ അടിയനിതാ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഒരു നിമിഷം കണ്ണുകളെ അടച്ചവണ്ണമായി
കരങ്ങളെ സ്വർഗത്തിൻ്റെ നേർക്ക് നീട്ടി കർത്താവെ, അടിയങ്ങളിതാ കടന്നു വരുന്നു. കർത്താവെ ദൈവമേ, ഞങ്ങളിലായിരിക്കുന്ന കുറവുകളെ മാറ്റി തരുവാൻ, ഞങ്ങളിലായിരിക്കുന്ന പോരായ്മകളെ മാറ്റി തരുവാൻ, ഞങ്ങളുടെ കുറ്റങ്ങളെ കുറവുകളെ കർത്താവെ കഴുകി തരുവാൻ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവെ, അവിടെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കുന്നതിനായി സ്തോത്രം. അവിടെ വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിച്ചതിനായി സ്തോത്രം. ദൈവമേ, അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങൾ വളരുവാൻ, അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങൾ ഉയരുവാൻ, അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങൾ സാക്ഷികളായി ജീവിപ്പാൻ, അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ അങ്ങയുടെ മഹത്വമേറിയ നാമത്തെ പുകഴ്ത്തി സ്തുതിച്ച് പ്രസ്താവപ്പെടുത്തുവാൻ അടിയങ്ങളെ അങ്ങ് സഹായിക്കുമാറാകണമേ. കർത്താവേ, ദൈവമേ, ഞങ്ങളുടെ ദേഹം, ദേഹി, ആത്മാവിനെ അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ ഒരിക്കൽ കൂടി കഴുകി ശുദ്ധീകരിച്ച് കർത്താവേ, വിശുദ്ധിയോടുകൂടി ജീവിപ്പാൻ, ദൈവമേ, വിടുതലോടുകൂടി ജീവിപ്പാൻ, സൗഖ്യത്തോടുകൂടി ജീവിപ്പാൻ, രക്ഷയുടെ പരിപൂർണതയിൽ ജീവിപ്പാൻ അടിയങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, എല്ലാവരുടെയും സാമ്പത്തികമായ കാര്യങ്ങൾ ഒരു അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. ജോലിയുടെ കാര്യങ്ങൾ അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. ബിസിനസിന്റെ കാര്യങ്ങൾ അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. ദൈവമേ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ദൈവിക ജ്ഞാനവും കൃപയും കൊടുക്കുന്നതിനായി സ്തോത്രം. എല്ലാ ആപത്തുകളിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്നും, എല്ലാ ശത്രുവിന്റെ തന്ത്രങ്ങളിൽ നിന്നും, ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെയും അടിയങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും എല്ലാവരെയും രക്ഷിച്ചുകൊള്ളുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവമേ, അടിയങ്ങളെയും അടിയങ്ങൾക്കുള്ളതെല്ലാം അങ്ങയുടെ പാദപടിയിലായി ഏൽപ്പിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഓരോ ദിനവും കൂടുതൽ കൂടുതലായി അങ്ങയോടായി അടുത്ത് ചേർന്ന് ദൈവമേ സ്നേഹത്തിൽ വളരുവാൻ, ദൈവമേ അങ്ങയോടായി കർത്താവ് ചേർന്ന് നിന്ന് അനുസരണത്തിൽ വളരുവാൻ, ദൈവമേ വിശ്വാസത്തിൽ ബലപ്പെട്ടവരായി ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ. ദൈവമേ, പാസ്റ്റർ അനിലിനെയും കുടുംബത്തെ അങ്ങ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവമേ, പാസ്റ്റർ ദിലിനെയും കർത്താവ് ഡിവൈനയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് വേണ്ടുന്ന ആശ്വാസവും സമാധാനവും കൊടുത്ത് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സഭയിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും യേശുവിന്റെ നാമത്തിലായി അങ്ങ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഇവിടെ മാറാത്ത സാന്നിധ്യം ഞങ്ങളോടുകൂടി ഉണ്ടായിരിക്കണമേ. തുടർന്ന് വഴി നടത്തണമേ. അടിയങ്ങളോ കർത്താവെ കുറയുകയും അങ്ങ് ഞങ്ങളിൽ വർദ്ധിക്കുകയും ചെയ്യുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിലായി പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.